ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വൈറൽ പാട്ടിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ അഫ്സൽ അക്കുവിന് സ്വന്തം കോളേജിന്റെ ആദരവ്. കേരള സ്റ്റേറ്റ് റോട്ടോണിക്സ് തിരൂർ പഠന കേന്ദ്രമായ IHT കമ്പ്യൂട്ടർ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥിയും സോഷ്യൽ മീഡിയയിൽ വാഴ എന്ന സിനിമയിലെ ഹേ ബനാന എന്ന പാട്ടിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഗായകൻ അഫ്സൽ അക്കുവിന് കോളേജിന്റെ ആദരവ് പരിപാടി സംഘടിപ്പിച്ചു. പോലീസ് ലൈനിലെ IHT കമ്പ്യൂട്ടർ കോളേജിൽ വെച്ച് നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ K അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ, അഡ്വക്കേറ്റ് ജംഷാദ് കൈനികര, അഡ്മിനിസ്ട്രേറ്റർ മുംതാസ് KC എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി, പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ ഹാജി എന്നിവർ വിദ്യാർത്ഥിയെ പൊന്നാട അണിയിച്ചു. മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ ഉപഹാരം നൽകി. പരിപാടിയിൽ വെച്ച് അഫ്സൽ പാടിയ വൈറൽ ഗാനം വിദ്യാർത്ഥികൾക്ക് ആവേശമായി. മാപ്പിളപ്പാട്ട്, ആൽബം സോങ്ങുകൾ എന്നീ നിലകളിൽ നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള അഫ്സൽ നാട്ടിലും കോളേജിലും പ്രിയപ്പെട്ട ഗായകനാണ്. തിരൂരിലെ കിൻഷിപ്പ് എന്ന ഭിന്നശേഷിക്കാരുടെ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഓണം പരിപാടിയോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ അഫ്സൽ ആലപിച്ച ഗാനമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ പ്രശസ്തിയുടെ ആശ്ചര്യത്തിലാണ് അഫ്സൽ ഇപ്പോൾ. കൂടാതെ സംഗീത മേഖലയിൽ നിന്നും ഒരുപാട് ആളുകൾ പുതിയ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തതായും സന്തോഷാവസരത്തിൽ അഫ്സൽ കൂട്ടിച്ചേർത്തു. പരിപാടിക്ക് പ്രിയങ്ക K, അനിഷ P, റെജിന P, ഫർസാന ഫാത്തിമ KP, വൃന്ദ V, ആബിദ ബീഗം N, ഇർഫാന തസ്നീവ് T, അഞ്ജലി U, സുനിഷ K എന്നിവർ നേതൃത്വം കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എത്തിയിട്ടുണ്ട്, നമ്മുടെ പ്രിൻസിപ്പാൾ എത്തിയിട്ടുണ്ട്. അവർ തിരൂരിനെ സംബന്ധിച്ച് ഷാ പോലെയുള്ള കേട്ടിട്ടായിരിക്കും, പഴയ ഷായും അതേപോലെ തന്നെ ബാബുരാജിന്റെ എല്ലാം പല രീതിയിലും തിരൂരിന് കുറേ പ്രൈസുകളുണ്ട്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ അഫ്സലും തിരൂരിന്റെ ഒരു ഗായകനായിക്കൊണ്ട്, പ്രൈഡ് ഓഫ് തിരൂരായിക്കൊണ്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. കേരള സ്റ്റേറ്റ് റോട്ടോണിക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസിയാണ്. അപ്പോൾ അതിന്റെ നമ്മുടെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയത് വളരെ സന്തോഷം. ഇത് കേരളമാകെ അഫ്സലിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിറവരുന്നൂരിലെ മങ്ങാട്ട് പുതിയ കിൻഷിപ്പിൻ്റെ ആസ്ഥാനം, അവിടെ വെച്ച് നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങളുടെ ഓണാഘോഷത്തിന് അഫ്സൽ പാടിയ പാട്ട് വാഴ എന്ന സിനിമയിലെ ഹേ ബനാന എന്ന സോങ് അഫ്സൽ ആലപിക്കുകയും അത് മനോഹരമായി കേരളം തന്നെ ഏറ്റെടുക്കുകയും ചെയ്ത സന്തോഷകരമായിട്ടുള്ള അഫ്സലിൻ്റെ കൂടെ ഈ സുന്ദരിയെയും കേരളം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കിൻഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ക്രോഡീകരിക്കുന്ന സ്നേഹതീരം വളണ്ടിയേഴ്സിലെ 2 വളണ്ടിയർമാരാണ് ഇവർ രണ്ടുപേരും. നിങ്ങൾ കാണിച്ച ഈ നല്ല മനസ്സിന് ഒരു പൂർവ്വ വിദ്യാർത്ഥിക്ക് അവൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മാനേജ്മെൻറ്റും പ്രിൻസിപ്പളും അധ്യാപകരും അവിടെ പഠിക്കുന്ന കുട്ടികളും എല്ലാവരും ഒരുമിച്ച് ഒരു സ്വീകരണം നൽകുന്നു എന്ന് പറയുന്നത് വേറെ എവിടുന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ അംഗീകാരമായിട്ട് ഞാനിവിടെ കാണുകയാണ്. പിന്നെ നല്ല അംഗീകാരമുള്ള ഒരുപാട് കോഴ്സുകൾ ഇവിടെ ഉണ്ട്. ആ കോഴ്സുകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഒരു വലിയ മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരു വിങ്ങായി നിങ്ങൾ എല്ലാവരും മാറണം എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്ഥാപനത്തിൽ നിന്ന് രണ്ടാമത്തെ ഒരാളാണ് ഈ പൊസിഷനിലെത്തുന്നത്. ആദ്യമായിട്ട് ഇവിടെ ഏകദേശം 5-6 വർഷം മുമ്പ് ഹക്കീം എന്ന ഒരു വിദ്യാർത്ഥി, നോവലിസ്റ്റാണ്, തബിലിസ്റ്റായിട്ട് ഇതേപോലെ വളരെയധികം അംഗീകാരം വാങ്ങി ഇപ്പോൾ വളരെ ബിസിയസ്റ്റ് ഫെലോ. ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ചു തുടങ്ങി, ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. മീഡിയ 1, 24 റിപ്പോർട്ട്, ഇതുപോലെയുള്ള ഒരുപാട് ന്യൂസ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അറ്റൻഡ് ചെയ്ത് നല്ല വരികയാണ്. ഇനി ഏതാനും നിമിഷങ്ങളിലൊക്കെ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് ഇവിടെ എത്തുന്നുണ്ട്. അവരുടെ ഒരു ഇൻ്റർവ്യൂകൾ ബാക്കിയുണ്ട്. അതിനുശേഷം ലോക്കൽ മീഡിയകൾ വരാനുണ്ട്. എന്തായാലും ഇതിനൊക്കെ കാരണക്കാർ നിങ്ങളടക്കമുള്ള വ്യക്തികളാണ്. അതിലുപരി എൻ്റെ പ്രിയപ്പെട്ട കിൻഷിപ്പിലെ എൻ്റെ വീൽ ചെയറിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഈ അഭാവത്തിൽ, അവരുടെ അഭാവത്തിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഇതുവരെ ഈ IHT കോളേജിൽ 2018 മുതൽ ഗാനം ആലപിക്കാൻ വരാറുണ്ട്. ഈ വർഷം വരെ, ഈ അടുത്ത് വരെ ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. അവർ കാണിച്ച എനർജിയിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അറിയാതെ തുള്ളിപ്പോയതാണ്. ഇന്നേ വരെ ഞാനൊരു പാട്ടിൽ തുള്ളിയിട്ടില്ല. എന്നെ തുള്ളിപ്പിക്കാറായിരുന്നു പല കോളേജുകളിൽ പോകുമ്പോൾ. പക്ഷെ എന്നാലും അതൊന്നും ശരിയാവാറില്ല. പക്ഷെ എന്തോ
പടച്ചോൻ്റെ കാരുണ്യം കൂടി കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പാട്ട് പാടാൻ കഴിഞ്ഞതും അവരോടൊപ്പം മൊത്തം ഡാൻസ് കളിക്കാൻ കഴിഞ്ഞതും അത് ഇത്ര വൈറലായി ഈ ഒരു രീതിയിൽ 7 മില്യൻ്റെ അടുത്തടിച്ച് നിങ്ങളുടെ അടുത്ത് പ്രോഗ്രാം എനിക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് ലീവ് തന്നില്ല. അന്നൊരു പക്ഷേ ലീവ് തന്നിരുന്നെങ്കിൽ ആ ശനിയാഴ്ച എനിക്ക് ലീവ് കിട്ടൂലായിരുന്നു, ആ ഒരു വീഡിയോയും കിട്ടൂലായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിൻ്റെ കമന്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്ന കുട്ടിയാണ്. റെഡ് സാരി ആരാണ് ഏതാണെന്നൊക്കെ ചോദിച്ചിരുന്നു. ഇവൾക്ക് ക്രഷാണോ, ഇഷ്ടമാണോ, ആ നോട്ടത്തിൽ ഭയങ്കര റൊമാൻറ്റിക് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ വിളിച്ച് വന്നിരുന്നു. ഇതൊന്നുമല്ല, ഞങ്ങൾ വളണ്ടിയറാണ്. ഞങ്ങളൊക്കെ അവിടുത്തെ സ്നേഹതീരം വിങ്ങിലെ കിൻഷിപ്പിലെ സ്നേഹതീരം വിങ്ങിലെ ഒഫീഷ്യൽ വളണ്ടിയേഴ്സാണ്. നല്ല ഒരുപാട് മനുഷ്യരുടെ ഒരു ലോകമാണത്. അതിൽ ഉൾപ്പെട്ട ഒരു കുട്ടിയാണ്. എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം എൻ്റെ പുറകിൽ നിന്നിട്ട് അത് ആസ്വദിച്ച് കേട്ടതാണ് ആ കുട്ടി. അതിന് ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ വെച്ച് നമ്മൾ ഈ തിരൂർ നാട്ടിലുള്ള ഏതൊക്കെ ഗ്രൂപ്പ് തന്നെ മോശം രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തരും സെൻഡ് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഒന്നും തന്നെയില്ല, ഞങ്ങളൊക്കെ നല്ലൊരു ഫ്രണ്ട്സിലാണ്, നല്ലൊരു കൂട്ടായ്മയ്ക്ക് തുടങ്ങിയത്. ഓക്കെ, ഇന്ന് നമ്മുടെ അഫ്സൽ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കറിയാം അഫ്സൽ കുറേ പാട്ട് IHT കോളേജ് പല സ്ഥലങ്ങളിലൊക്കെ പാടിയിട്ടുണ്ടല്ലേ. പക്ഷെ വളരെ എഫേർട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് എന്താണ് അദ്ദേഹം ആ പാട്ടിലൂടെ അങ്ങനെ ശരിക്കും സംസാരിക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ന് ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ അത്താണി തന്നെ പറയാം, അവിടെ എല്ലാം ഒരേ ഒരു സംഘടന കിംഷിപ്പ്. ആ കിംഷിപ്പിന് വേണ്ടിയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പെയ്ഡായിട്ടൊക്കെ അഫ്സൽ പാടിയിരുന്നു. പക്ഷെ അവിടെ അദ്ദേഹം ആ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച എനർജി ഉണ്ടല്ലോ, അത് എടുത്തു തന്നെ പറയേണ്ടതാണ്. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.